പിന്നെ ഈ കൊറോണ കാരണം എത്രയോ ആൾക്കാരുടെ ബിസിനസ് ഒക്കെ നശിച്ചു പോയെന്ന് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതല്ലേ? അതൊക്കെ ശരിയാണ് പ്രമി. എന്ന് വെച്ചാൽ എല്ലാം ഒന്നും നിന്നുപോയിട്ടില്ല. ഈ ജോലിക്ക് പോകുന്ന എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷെ ഹോട്ടലിൽ നിന്ന് സ്ഥിരമായിട്ട് കഴിക്കാനുള്ള ഒരു പേടി അവർക്കുണ്ടാവും. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഉച്ചഭക്ഷണം കൊടുത്തുകൂടാ? അതെ, ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാ. വീട്ടിലെ ഭക്ഷണത്തിന് എപ്പോഴും ഇഷ്ടം കൂടുതൽ തന്നെയാ. അത് ശരിയല്ലേ? അതേ ആലോചനയാണ് നമ്മുടെ ബിസിനസിന്റെ ആദ്യ പടി. അതൊക്കെ ശരിയാണ്. പക്ഷേ അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ടെന്നേ. പ്രശ്നോ? എന്ത് പ്രശ്നം? ഞാൻ കേറ്ററിംഗ് തുടങ്ങിയപ്പോ എന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രം, ചട്ടുകം, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനങ്ങ് വിറ്റു. ഇപ്പൊ വീണ്ടും അതെല്ലാം വാങ്ങിക്കണമെന്ന് വെച്ചാ ഒത്തിരി കഷ്ടമല്ലേ? അതൊന്നും പ്രശ്നമല്ല പ്രമി. എന്താന്ന് വെച്ചാലേ, ഈ കാറ്ററിംഗിനെ പോലെ വലിയ വലിയ പാത്രങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. മെസ്സെന്ന് വെച്ചാൽ വീടിന്റെ അകത്ത് തന്നെ നടക്കണം. നമ്മൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ അങ്ങോട്ട് നടക്കും. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. അതിനൊക്കെ എന്റെ ഗ്രാറ്റുവിറ്റിയുടെ പൈസ ഉപയോഗിക്കാം. കാശ് മുടക്കിക്കൊണ്ട് പൈസ ഉണ്ടാക്കണം. അതാണ് ഇപ്പോഴത്തെ രീതി. നിന്നെ പാചകത്തിന് അടുക്കളയിൽ സഹായിക്കുന്നത്, പിന്നെ കണക്ക് നോക്കുന്നത്, പിന്നെ കാശ് കളക്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ നോക്കും. നീ മക്കളുടെ കൂടെ ചേർന്ന് പാചകം ചെയ്യണം, അത്രേ ഉള്ളൂ. ഇതിനൊക്കെ നിന്റെ സഹായം ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല പ്രമി. നീ എന്തു പറയുന്നു? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എപ്പോഴെങ്കിലും വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? അളിയ, അവർക്കിനി ജയിക്കാൻ 10 റൺസ് മാത്രം എടുത്താൽ മതി. ഒരു വിക്കറ്റ് പോലും പോകാതെ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവരെങ്ങനെ ഫേസ് ചെയ്യും? എന്തെങ്കിലും ഉടായ്പ കാണിക്കളിയാ. ഈ അവസ്ഥയിൽ കളി എത്തിച്ചിട്ട് ഞാൻ ഇനി എന്ത് കാണിക്കണം എന്നാ പറയുന്ന അളിയാ? ഞാനെന്താ ഇത് വേണമെന്ന് വെച്ചാൽ ചെയ്തോണം അളിയാ. നല്ലൊരു ബോളർ എന്നിട്ട് അത് ബാറ്റ്സ്മാൻ അടിച്ചു കഴിഞ്ഞാൽ അത് ബോളറിന്റെ മിസ്റ്റേക്കാ. അത് ബാറ്റ്സ്മാന്റെ കപ്പാസിറ്റിയാ. എന്തെങ്കിലും ചെയ്യളിയാ. നോക്കട്ടെ അളിയാ, എന്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട്. പക്ഷെ 10 റണ്ണ് വെച്ചിട്ട് ഞാൻ എന്ത് കാണിക്കാനാ അളിയാ? ഒരു റണ്ണിനായാലും ജയം തന്നെ അളിയാ. നമ്മൾ അവസാനം വരെ പോരാടിയേ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർ ഒരു വിക്കറ്റ് എങ്കിലും വീഴ്ത്തി കഴിഞ്ഞാൽ മാച്ച് നമ്മുടെ കയ്യിലാവും. വി ക്യാൻ ഡു ഇറ്റ്. ഓക്കെ അളിയാ, ഇപ്പൊ എനിക്കൊരു കോൺഫിഡൻസ്. ശരിയേട്ടാ. അത് വിടില്ലായിരുന്നേ. Well played. അളിയാ, ബോൾ ചെയ്തതേ ഈ ഞാനാ. അതെ അളിയാ, അളിയനാ ബോൾ ചെയ്തേ. സൂപ്പർ ബോളിംഗ്, സൂപ്പർ ബോളിംഗ്. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ധ്രുവ, നീ ഔട്ടായില്ലേ? ഇനി എന്തിനാ ഇവിടെ നിൽക്കണേ? ഒന്ന് പോ. നന്നായിട്ട് കളിക്കണേ മുതുക്കി.
ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് കളിക്കും. വെൽ പ്ലേഡ് ബ്രോ. നെക്സ്റ്റ് ബാറ്റ്സ്മാൻ വേഗം വേഗം വരണം. വാ. എന്താ പറ്റി ക്യാപ്റ്റൻ ഇത്ര വേഗം ഔട്ടായത്? ഇനി ഓരോ ഓവറും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ജയിക്കുമായിരുന്നു. ഇനി 10 റൺസോടെ വേണം. കെയർഫുൾ ആയിട്ട് കളിക്ക്. വിക്കറ്റ് പോകാൻ നോക്ക്. ഞാൻ ഞങ്ങളുടെ ഏരിയയിൽ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അവിടുത്തെ പ്രാക്ടീസേ ഉള്ളൂ. അവരുടെ കൂടെ കളിക്കുമ്പോൾ എനിക്ക് ബോളിംഗ് തരുമായിരുന്നു. അതുകൊണ്ട് ബോളിംഗ് കുറച്ചെങ്കിലും അറിയാവുന്നത്. പക്ഷെ ബാറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ കാരണം എങ്ങാനും മാച്ച് തോറ്റുപോയ. ആദ്യത്തെ ബോളിൽ തന്നെ 4ഉം 6ഉം ഒന്നും അടിക്കണമെന്നില്ല. ബൗണ്ടറി കടന്നാൽ മാത്രമല്ല മാച്ച് ജയിക്കുക. ചില സമയത്ത് ഓരോ സിംഗിൾസും ഇമ്പോർട്ടന്റ്. നീ ഒന്ന് ബാറ്റിൽ ടച്ച് ചെയ്തൊന്ന് പുഷ് ചെയ്ത് നോക്ക്. നോൺ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം. ബാക്കി ഞാൻ നോക്കിക്കോളാന്ന്. എന്നാലും എനിക്ക് പേടിയാവുന്നുണ്ട് വേദ. നോക്ക്, കളിയിൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ട്. അതിന്റെ റിസൾട്ട് നമ്മൾ നോക്കണ്ട, ടെൻഷൻ ആവല്ലേ. പക്ഷെ ജയിക്കാനുള്ള എഫേർട്സ് എടുത്തില്ലെങ്കിൽ അത് ശരിയല്ല. നമ്മൾ ജയിക്കോ തോൽക്കോ എന്നൊക്കെ രണ്ടാമത്. പക്ഷെ നമ്മൾ കളി ജയിക്കാൻ വേണ്ടിയുള്ള എഫേർട്സ് എടുക്കുന്നതാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നീ ചെയ്യേണ്ടതും അത് തന്നെ. പേടിക്കണ്ട, കളിക്ക്. ശരി വേദ. ഈ കളിയുടെ വിജയം നിന്റെ കയ്യിലാ. പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. ഒന്നും വരില്ല. ഞാൻ പറയുന്നത് കേക്ക്. ബോൾ എന്റെ നേരെ വരുന്ന സമയത്ത് നീ പറഞ്ഞത് എല്ലാം കൂടെ ഓർമ്മ വന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മനസ്സിലാവുന്നില്ല. കൺഫ്യൂഷൻ ആവുന്ന വേദൻ. സോറി. ശരി, ആയിക്കോട്ടെ. നിനക്ക് തോന്നുന്ന പോലെ കളിക്ക്. ഞാൻ നിന്നെ റെസ്ട്രിക്ട് ചെയ്യാൻ പോകുന്നില്ല. യു ജസ്റ്റ് പ്ലേ യുവർ ഗെയിം. നിങ്ങൾ രണ്ടുപേരും കളിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുക ചെയ്യുന്നത്. അളിയാ, ഈ ബോൾ വിക്കറ്റാ. Now ball. നിങ്ങളുടെ കാല് വരയിൽ നിന്ന് വെളിയിലായിരുന്നു. സോ നോ ബോൾ.
അളിയ ഇവിടെ എന്തോ ഫിക്സിംഗ് നടക്കുന്നുണ്ട്. ഒന്ന് വെറുതെ ഇരിക്കണം. അമ്പയർ പറയുന്നതാ ഫൈനല്. എന്ത് തോന്നിവാസോടെ ഇത്? ബാക്ക് ടു യുവർ പൊസിഷൻ. അവനൊരു ബോട്ടിൽ കള്ളു കുടിപ്പിച്ച് കൊല്ലും ഞാൻ. നീ ഒന്ന് സമാധാനപ്പെടും. ബോസ് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടേ ഇല്ല. എന്നാ ഇപ്പോ അമൂല്യ മേഡത്തിന്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് വേണ്ടി വന്ന് സംസാരിച്ചു. എവറിത്തിങ് ഈസ് ഫെയർ ആൻഡ് ലവ്ലി ആൻഡ് വാർ എന്ന് പറയുന്നത് ഇതിനെയാ. ഏയ് കൈ എടുക്കണം വേണ്ട, ബോൾ എറിയട്ടെ. ആ ഒരു മിനിറ്റ് അമൂല്യ. നമുക്ക് ജയിക്കാൻ 10 റണ്ണ് വേണമായിരുന്നു. ഔട്ടാവും എന്ന് കരുതി പേടിച്ച് കളിക്കാൻ നിൽക്കരുത്. ഇപ്പൊ വേണ്ടത് 6 റൺസാ. നന്നായിട്ട് കളിക്കണം. അയ്യോ, ഞാൻ ഇപ്പൊ തന്നെ ഔട്ടാവും. അപ്പൊ വെറുതെ ഞാൻ എന്തോ കണ്ണടച്ചങ്ങ് വീശിയതാ. കറക്റ്റ് അടിച്ചുപോയി. ഞാൻ ഔട്ടായി കഴിഞ്ഞാൽ വരുന്നത് അതിഥിയാ. ഞാനായിരുന്നാലും കുഴപ്പമില്ല, അവൾക്ക് ഒട്ടും കളിക്കാൻ അറിയില്ല. പിന്നത്തെ കാര്യം നീ പറയണം. വെറുതെ എന്തിനെങ്ങനെ ഓവറായിട്ട് ചിന്തിക്കുന്നത്? ഇപ്പൊ ഇത് നോ ബോൾ ആയിരുന്നു. ഇനി അടുത്തത് വരാൻ പോകുന്നത് ഫ്രീ ഹിറ്റ് എന്നർത്ഥം. റൺഔട്ട് അല്ലാതെ നീ എങ്ങനെ ഔട്ടായാലും അത് ഔട്ടായിട്ട് കൺസിഡർ ചെയ്യില്ല. നല്ലോണം ശ്രദ്ധിച്ച് കളിക്ക്. യു ക്യാൻ ഡു ഇറ്റ്. അയ്യോ അതെല്ലേ, ഞാൻ ടെൻഷനിൽ മറന്നുപോയി. നീ മറന്നു പോയത് ഓക്കെ. ആക്ച്വലി അത് അമ്പയർ സിഗ്നൽ ആയിട്ട് കാണിക്കേണ്ടതായിരുന്നു. ബട്ട് ഇറ്റ്സ് കൂൾ. ഇനിയിപ്പോ എന്തൊക്കെ വന്നാലും ഓടാനൊന്നും നിൽക്കണ്ട. നീ ഓടിക്കഴിഞ്ഞ നെക്സ്റ്റ് ഓവറിൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടാൻ പാടായിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് ദ ലാസ്റ്റ് ഓവർ. നമ്മൾ 6 റൺ അടിച്ചേ പറ്റൂ. സോ പ്ലീസ് കെയർഫുൾ ആയിട്ട് കളിക്ക്. നിന്നെക്കൊണ്ട് പറ്റുമോ? ഐ എം ഷുവർ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ വേദാന്ത്. താനൊക്കെ ഒരു അമ്പയർ ആണോ? നോ ബോൾ കഴിഞ്ഞ ഫ്രീ ഹിറ്റിന്റെ സിഗ്നൽ കൊടുക്കണമെന്ന് അറിയില്ല എനിക്ക്. തീർച്ചയായിട്ടും കൊടുക്കാൻ പോവാണ് ബോസ്. എന്നാ സിഗ്നൽ എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. ടീം കൊടുങ്കാറ്റ് എല്ലാം ശ്രദ്ധിച്ച് കേട്ടോണം. ഈ ബോള് ഫ്രീ ഹിറ്റ്.